ഈ ഒരു ദൗത്യ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബഹിരാകാശ യാത്രികർ നടത്തിയത്? വെറുതെ പോയി വരിക മാത്രമാണോ? മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റുകൾ നടത്തിയോ എന്ന സ്വാഭാവിക ചോദ്യമുണ്ട്. അതിനുണ്ട് ഉത്തരം. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. കാരണം ഈ പേടകത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒറൈയൻ പേടകം കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ഇതൊരു ഗോളാന്തര യാത്രയാണ്, ഭൂമിക്ക് പുറത്തേക്കുള്ള യാത്രയാണ്, ദിവസങ്ങളെടുത്ത യാത്രയാണ്. ആ സമയത്ത് ഈ ബഹിരാകാശ യാത്രികരുടെ ജീവന് ഒരു ആപത്തും സംഭവിക്കാത്ത വിധത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഈ ഒറൈയൻ പേടകത്തിനുണ്ടോ? അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഈ മിഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നോക്കാം എന്തൊക്കെ എക്സ്പെരിമെന്റുകളാണ് ഈ 4 യാത്രികരായി ഈ 10 ദിവസം നടത്തിയത് ഒറൈയൻ പേടകത്തിൽ. ആ വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 3, 2, 1, booster ignition and liftoff of Artemis 2, now bound for the moon. മനുഷ്യന്റെ വർഷങ്ങൾ നീണ്ട ബഹിരാകാശ ദൗത്യങ്ങളിൽ ചുരുങ്ങിയ കുറച്ചു ദിവസങ്ങൾ, 10 ദിവസം നീണ്ട യാത്രയ്ക്കിടെ നിർണായകമായ ഒട്ടേറെ പരീക്ഷണങ്ങൾ ആർടെമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായി. ചാന്ദ്ര നിരീക്ഷണം, ഓറിയോൺ പേടകത്തിന്റെ ശേഷി പരിശോധിക്കൽ, ബഹിരാകാശ യാത്രയ്ക്കിടെയുള്ള മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി എന്നിവയാണ് പ്രധാനമായും പരീക്ഷണ വിഷയങ്ങളായത്. ചന്ദ്രന്റെ മറുവശത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഗർത്തങ്ങളും ലാവാ പ്രവാഹങ്ങളും നിരീക്ഷിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുന്നതായിരുന്നു ദൗത്യത്തിലെ നിർണായക നിമിഷം. ഏപ്രിൽ 6-ന് ഓറിയോൺ പേടകം ചന്ദ്രന്റെ തൊട്ടുമുകളിലൂടെ നടത്തിയ യാത്രയിൽ ഈ പഠനം സഞ്ചാരികൾ നടത്തി. മുൻപ് അപ്പോളോ ദൗത്യങ്ങളിൽ കാണാത്ത ചന്ദ്രന്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായകമായി. ബഹിരാകാശത്തെ വികിരണങ്ങൾ പേടകത്തിനുള്ളിലും പുറത്തും എത്രത്തോളമുണ്ടെന്നും ദൗത്യത്തിനിടെ നിരീക്ഷിച്ചു. ഭാവിയിൽ ഓറിയോൺ പേടകം കൂടുതൽ ദൗത്യത്തിന് ഉപയോഗപ്രദമാണോ എന്ന് പരീക്ഷിക്കാനായിരുന്നു ഈ നീക്കം. റേഡിയോ തരംഗങ്ങൾക്ക് പകരം ലേസർ വെളിച്ചം ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വിവരങ്ങൾ അയക്കുന്ന സംവിധാനം, പേടകത്തിനുള്ളിലെ വായുവും താപനിലയും ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ, മാനുവൽ പൈലറ്റിംഗ് എന്നിവയും 10 ദിവസത്തെ യാത്രയ്ക്കിടെ പരീക്ഷിച്ചു. മനുഷ്യരിലെ ബയോമാർക്കർ പരിശോധന, മനുഷ്യകോശങ്ങളടങ്ങിയ ചെറിയ ചിപ്പുകൾ പേടകത്തിൽ അയച്ച് അവയിലെ റേഡിയേഷൻ നില പരിശോധിക്കുന്ന ഓർഗൻ ഓൺ ചിപ്പ്, അങ്ങനെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങളാണ് ആർടെമിസ് 2 ദൗത്യത്തിൽ പൂർത്തീകരിച്ചത്. ക്ഷീരപഥത്തിലെ വിസ്മയങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾക്കും അവന്റെ അടങ്ങാത്ത സ്വപ്നങ്ങൾക്കും ചിറകു നൽകുകയാണ് ആർടെമിസ് 2 ദൗത്യവും അതിലെ 4 സഞ്ചാരികളും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.